നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് ആലപ്പുഴയിൽ എങ്ങനെയാണ് എത്തിപ്പോൾ ആറ്റിങ്ങലിൽ വലിയ തരംഗമുണ്ടാക്കി ഷോ പാലക്കാട് ഇറങ്ങുന്ന സമയത്ത് അതൊരു വലിയ വരവായി ആറ്റിങ്ങലിൽ തെളിയിച്ചു ഇപ്പോൾ ആലപ്പുഴയിലാണ് മത്സരിക്കാൻ നിൽക്കുന്നത് കെ സി വേണുഗോപാലാണ് ഒരു ദേശീയ പാർട്ടിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയാണ് മറ്റൊരു സിറ്റിംഗ് എം പിയാണ് ആരിഫാണ് അപ്പോൾ ഇവിടെ 73% വോട്ട് സ്വാഭാവികമായും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിക്കുണ്ട് അതിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം വേണമെങ്കിൽ വർദ്ധിപ്പിക്കാവുന്നുള്ളൂ കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ ചെയ്തത് എന്തോ ഡയറി വെച്ചിട്ടുണ്ടല്ലോ ഇന്ന് രാവിലെ ഞാൻ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ 1-2 നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രവേശിക, വിശാരദ്, പ്രവീൺ, നിഷ്ണാദ് എന്നീ ഹിന്ദി കോഴ്സുകളൊക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് ഹിന്ദി സംസാരിക്കുന്ന ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഉപകാരപ്പെട്ടു. അല്ല, അത് നമ്മുടെ മനോരമയില് എന്താ പറയുക, ഷിഹാദിന്റെ അർത്ഥം അറിയാത്ത ആളാക്കിയിട്ട് ശോഭ സുരേന്ദ്രനെ അന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് ശ്രീമാൻ അരുണിനെ പോലെയുള്ള അവതാരകന്മാരുടെ മിടുക്കാണ്. അപ്പോ ഇത് കേൾക്കുന്ന സമയം ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്യാനും ഹിന്ദി കേൾക്കുന്ന സമയത്ത് നന്നായി പറയാനും 8 സംസ്ഥാനങ്ങളുടെ ചുമതല അമിത്ഷാജി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് BJPയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കോ കൺവീനർ എന്നുള്ള രീതിയിലാണ്. എൻ്റെ ബോസ് എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു, മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കൺവീനർ. അദ്ദേഹം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ രാജസ്ഥാനിലും എനിക്ക് BJPയുടെ ചില പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ 1-2 കോൺഗ്രസ്സുകാരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. മാത്രവുമല്ല, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ധാതു സമ്പത്ത് അതായത് ഇനി നമുക്ക് കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മേഖലകളാണുള്ളത്. ഒന്ന് ടൂറിസം, 2 ധാതു. അതില് ധാതു ലവണങ്ങളിൽ കരിമണൽ ഏറ്റവും കൂടുതൽ ലോകോത്തര വിപണിയിൽ ഏറ്റവും ഫസ്റ്റ് പ്രൈസ് ഉള്ളത് ആലപ്പുഴയാണ്. രണ്ടാമതായിട്ട് നമുക്ക് ബോക്സൈറ്റ് ഉണ്ട്. ഈ ബോക്സൈറ്റ് കാസർഗോഡിലെ കിന്നാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ബോക്സൈറ്റിന്റെ വലിയൊരു കമ്പനി അവിടെ ഉണ്ടായിരുന്നു. അത് EMSന്റെ സമയത്ത് നമ്മുടെ കണ്ണൂർ മാടായിപ്പാറയിൽ ഇതുപോലെ തന്നെ ചെറിയ ഒരു ചൈന ക്ലേ ഉണ്ടായിരുന്നു. അത് പിന്നീട് അത് KCCPL ആയിട്ട് പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറ്റണം എന്ന് ഷാരോൺ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടായ ഒരു കമ്പനി EMS പറഞ്ഞു അത് പൊതുമേഖലാ സ്ഥാപനമാക്കണം, അങ്ങനെ നമുക്കത് കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ ലാഭം കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും സംഭവിച്ചത് വേറെയാണ്. അവിടെ ഇപ്പോൾ മലബാർ ഇന്നൊവേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സെന്ററിന് ആ സ്ഥലം പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മരുമകൻ അവരെ സഹായിച്ചു കൊടുത്തു. അപ്പോൾ ആരായി മലബാർ ഇന്നൊവേഷൻ സെന്ററുകാർ എന്നുള്ളത് ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് ചോദിക്കും. അത് അവിടെ പൂട്ടിക്കെട്ടി. അതിനെ എത്രയോ നല്ല രീതിയിൽ KCCPLനെ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു, പണം വരുത്താമായിരുന്നു. പക്ഷെ അത് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡിൽ കിന്നാനൂരിൽ സംഭവിച്ചെന്താണ്? കാസർഗോഡിലെ കിന്നാനൂരിൽ ബോക്സൈറ്റ്, ആ ബോക്സൈറ്റിൽ നിന്ന് തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിട്ട് അതിനെ മാറ്റുമ്പോൾ നമുക്ക് പാലക്കാടിലെ മലബാർ സിമെന്റ്സിന് ആവശ്യമായിട്ടുള്ള ചില പ്രൊഡക്ട്സ് അതിൽ നിന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ മലബാർ സിമെന്റ്സിൽ ഉണ്ടാക്കുന്ന സിമെന്റിന് പൈസ കുറഞ്ഞ് നമുക്കൊക്കെ വീട് കെട്ടുന്ന സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് സിമെന്റ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? അത് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തയച്ചു. അപ്പോൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തയച്ചപ്പോൾ അവിടുത്തെ മാർക്സിസ്റ്റുകാരായിട്ടുള്ള തൊഴിലാളികൾ അവരാദ്യം പാർട്ടി ലീഡർഷിപ്പിനെ വിവരം അറിയിച്ചു. ഇങ്ങനെ വലിയൊരു ബോധപൂർവമായിട്ടുള്ള ഒരു പണി ഇവിടെ നടക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപയാണ്, ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടും, ഞങ്ങൾ സമരരംഗത്തേക്ക് വരികയാണെന്ന് തോന്നുന്നു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി പഴയ നമ്മുടെ കരുവന്നൂരിലെ സഹകരണ സംഘത്തിന്റെ കഥ പോലെ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ ഇപ്പോൾ അവർ നാട്ടുകാരെ എല്ലാം കൂട്ടിയിട്ട് ഒരു പൗരസമിതി ഉണ്ടാക്കി. ഇപ്പം അത് പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ആ ബോക്സൈറ്റ് അവിടെ ഖനനം നിന്നു. ചക്കിട്ടപ്പാറയിൽ ഇപ്പോൾ സ്വകാര്യ മുതലാളിക്ക് ഈ സ്ഥലം ഏൽപ്പിക്കപ്പെട്ട പോലെ കിടക്കുകയാണ്. ഇവിടെ കരിമണൽ വന്ന സമയത്ത് കർത്തയുടെ കാര്യം. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ KC വേണുഗോപാലിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയായിരുന്നു. കാരണം ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറഞ്ഞു ശോഭയ്ക്ക് വേറെ എവിടെയും മത്സരിക്കാൻ പോകേണ്ടി വരില്ല. കാരണം KC എവിടെയാണോ നിൽക്കുന്നത് അവിടെയായിരിക്കും ശോഭ മത്സരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാനൊരു ചെറിയ ഹെർണിയുടെ ഒരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ബെഡ് റെസ്റ്റായിട്ട് ഒരു 26 ദിവസമായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അത്ര ആരോഗ്യപരമായിട്ട് ഞാൻ അത്ര ബെസ്റ്റ് അല്ല, അതുകൊണ്ട് എനിക്ക് ഇത്തവണ മത്സരിക്കണം എന്നുള്ള യാതൊരു താല്പര്യമില്ല. മത്സരിച്ച് കഴിഞ്ഞാൽ തന്നെ അത് നമ്മളുടെ ബോഡിക്ക് വീക്കാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ. പക്ഷേ അതിനൊന്നും മറുപടി അവർ പറഞ്ഞില്ല. അപ്പൊ KCക്കെതിരെയാണ് നമ്മൾ മത്സരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് പഠിക്കണമല്ലോ. അങ്ങനെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് KCയുടെ തന്നെ കൂട്ടുകാരായിട്ടുള്ള കോൺഗ്രസിന്റെ ആളുകളുമായിട്ട് രാജസ്ഥാനിൽ ഞാൻ ബന്ധപ്പെട്ടു. അങ്ങനെ രാജസ്ഥാനിൽ ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിലും ഞാൻ ഇവിടെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കരിമണൽ കർത്തയുടെ പിറകിലും ഞാൻ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം KC അദൃശ്യ ശക്തിയായിട്ട് നിൽക്കുകയാണ്.
അപ്പൊ KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് രാജസ്ഥാനിൽ നിന്ന് കിഷോറാം ഓല എന്ന് പറയുന്ന ഒരാള് മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് വരുന്നത്. ആ മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് രാജസ്ഥാനിൽ നിന്ന് കിഷോറാം ഓല വന്നപ്പോ കേരളത്തിൽ നിന്ന് 19 കോൺഗ്രസ്സുകാർ ജയിച്ചു അല്ലെ. ജയിച്ചിട്ട് എന്താ KC വേണുഗോപാലിനെ കേരളത്തിന്റെ ഒരു രാജ്യസഭ മെമ്പറാക്കാതിരുന്നത്? കിഷോറാം ഓലയും ശ്രീമാൻ KC വേണുഗോപാലും പാർട്ട്ണർഷിപ്പ് ബിസിനസ് അഖിലേന്ത്യാ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇപ്പോഴുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോറാം ഓല മരണപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് ആ സ്വത്തിൽ നിന്ന് പങ്ക് കിട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ കേസിന്റെ പിറകിൽ വേണുഗോപാലിന് ഒരു കമ്പനിയുണ്ട്. KC വേണുഗോപാല് അന്താരാഷ്ട്ര അതായത് ദുബായ്, ഖത്തർ, ഒമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാജസ്ഥാനിലെ പഴയ മൈനിങ് മന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ബിനാമി പേരിൽ ആയിരക്കണക്കിന് കോടി സമ്പാദിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ ഒരാളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത. അപ്പൊ കിഷോറാം ഓലയാണ് അന്ന് കരിമണൽ കർത്തയുടെ പ്രൈവറ്റ് കമ്പനിക്ക് ഈ കരിമണൽ ആലപ്പുഴയിൽ നിന്ന് എടുക്കാനുള്ള സാങ്ഷൻ നമ്മുടെ ശ്രീമാൻ KC വേണുഗോപാൽ പറഞ്ഞിട്ട്, കേരളക്കാരനായിട്ടുള്ള ശ്രീമാൻ KC വേണുഗോപാൽ പറഞ്ഞ് ഈ ഖനനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിലെ ഒരു മന്ത്രിയായിരുന്നു കിഷോറാം ഓല. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. അവരുടെ പേര് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇന്ന് കോൺഗ്രസ്സിൽ ഏതെങ്കിലും സത്യത്തിനോ ധർമ്മത്തിനോ വേണ്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ നേതാവുണ്ടെങ്കിൽ സോണിയ മാഡത്തിനോട് വിളിച്ചു പറഞ്ഞ് അവരെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിക്കാൻ ശക്തിയുള്ള ഒരാളാണ് ശ്രീമാൻ KC വേണുഗോപാൽ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് തരും, പക്ഷേ ഞങ്ങളുടെ ഭാവി കളയരുത്. ശോഭാ സുരേന്ദ്രൻ അത് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷേ ഞാൻ ശക്തമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയുന്നു, ശ്രീമാൻ KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അതിനു മുൻപും രാജസ്ഥാനിൽ നിന്നുള്ള കിഷോറാം ഓല എന്ന് പറയുന്ന മൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയുടെ സഹായം കൊണ്ട് ഈ കേരളത്തിലെ ഒരുപാട് ധാതു അത് കവർന്നെടുക്കാനും കോടാനുകോടി രൂപ ഉണ്ടാക്കാനും ശ്രമിച്ച ഒരാളാണ്. അതായത് KC വേണുഗോപാലിനെതിരെ ഒരു അഴിമതി ബിനാമി ബിസിനസ് ഇടപാട് എന്ന ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇത് ഞാൻ കേന്ദ്രത്തിന്റെ ശോഭാ സുരേന്ദ്രൻ മാത്രം കിട്ടിയിരിക്കുന്ന തെളിവാണ് ഞങ്ങളുടെ കയ്യിൽ. അല്ല, ഒരു തെളിവും വേണ്ട. KC വേണുഗോപാല് ഇതിനെതിരായിട്ട് സംസാരിക്കുമ്പോ അതിന്റെ ആവശ്യമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് ഞാൻ ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KC വേണുഗോപാലിന്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് കേന്ദ്രത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഓൾറെഡി പരാതി ഒരു 2 മാസം മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. KC വേണുഗോപാലിനെതിരെ ഒരു ബിനാമി ഇടപാടെന്ന ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് വരുന്നത്. അപ്പോൾ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ